ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനമായ വിറ്റാര ഓഗസ്റ്റ് 26-ന് ഉൽപ്പാദനം ആരംഭിക്കും. ആധുനിക സവിശേഷതകളും 2 ബാറ്ററി ഓപ്ഷനുകളുമായി വരുന്ന ഈ വാഹനം ഹുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, ടാറ്റ കർവ് EV എന്നിവയ്ക്ക് കടുത്ത എതിരാളികളായിരിക്കും. മാരുതി സുസുക്കിയുടെ വിറ്റാരയിൽ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകൾ, Y ആകൃതിയിലുള്ള LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ, ഫ്രണ്ട് ഫോഗ് ലാമ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന സമകാലികവും ഉയർന്ന നിലവാരമുള്ളതുമായ ഡിസൈൻ ഉൾപ്പെടുന്നു. ഒരു ഇലക്ട്രിക് വാഹനം എന്ന നിലയിൽ ഇത് പരമ്പരാഗത റേഡിയേറ്റർ ഗ്രില്ലിന്റെ ആവശ്യകത ഇല്ലാതാക്കും. വിറ്റാരയുടെ ഉൾഭാഗത്ത് ഡ്യുവൽ സ്പോക്ക് സ്റ്റിയറിംഗ് വീലും ഡ്യുവൽ സ്ക്രീൻ ഡാഷ്ബോർഡ് കോൺഫിഗറേഷനുമുണ്ട്. 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റവും 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഈ സജ്ജീകരണത്തിൽ ഉൾപ്പെടുന്നു. പനോരമിക് സൺറൂഫ്, 10 തരത്തിൽ ക്രമീകരിക്കാൻ കഴിയുന്ന ഡ്രൈവർ സീറ്റ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവ വാഹനത്തിന്റെ പ്രത്യേകതയാണ്. 7 എയർ ബാഗുകൾ, 360 ഡിഗ്രി ക്യാമറ, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റംസ് എന്നിവയും വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മാരുതി സുസുക്കി വിറ്റാര 2 ബാറ്ററി ഓപ്ഷനുകളോടെയാണ് വരുന്നത്. ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, ടാറ്റ കർവ് EV, മഹേന്ദ്ര BE6, MG വിൻസർ EV എന്നിവയ്ക്ക് മാരുതി സുസുക്കി വിറ്റാര ശക്തമായ മത്സരമുയർത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൊട്ടിത്തെറിക്കുമെന്ന ഭയം വേണ്ട. ഇൻബിൽറ്റ് കൂളിംഗ് ഫാൻ സാങ്കേതിക വിദ്യയുമായി ഓപ്പോയുടെ പുതിയ സ്മാർട്ട് ഫോൺ ഓപ്പോ K13 ടർബോ പ്രോ ഇന്ത്യൻ വിപണിയിലെത്തി. ഓപ്പോ K13 ടർബോ പ്രോ സ്മാർട്ട് ഫോൺ ഇന്ത്യയിലെത്തി. സ്റ്റാൻഡേർഡ് ഓപ്പോ K13 ടർബോയ്ക്കൊപ്പമാണ് പ്രോ ഹാൻഡ്സെറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഈ 2 ഹാൻഡ്സെറ്റുകളിലും ബിൽറ്റ് ഇൻ സെൻട്രിഫ്യൂഗൽ കൂളിംഗ് ഫാനുകൾ ഉണ്ട്. ഇത് ചൂട് പുറന്തള്ളുന്നതിനെ സഹായിക്കുന്നു. 7000 mAh ബാറ്ററിയാണ് ഓപ്പോ K13 ടർബോ പ്രോയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 8GB + 256GB റാമും സ്റ്റോറേജ് കോൺഫിഗറേഷനുമുള്ള ഓപ്പോ K13 ടർബോ പ്രോയുടെ ഇന്ത്യയിലെ വില 37,999 രൂപയിൽ ആരംഭിക്കുന്നു. 39,999 രൂപയ്ക്ക് 12GB റാം വേരിയന്റും ലഭ്യമാണ്. ഈ ഹാൻഡ്സെറ്റ് മിഡ് നൈറ്റ് മാവറിക്, പർപ്പിൾ ഫാൻറ്റം, സിൽവർ നൈറ്റ് എന്നിങ്ങനെ 3 കളർ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. ഫ്ലിപ്കാർട്ട്, ഓപ്പോ ഇന്ത്യ സ്റ്റോർ, ഇന്ത്യയിലെ പ്രധാന റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവ വഴി ഓപ്പോ K13 ടർബോ പ്രോ വാങ്ങാം. ഓപ്പോ K13 ടർബോ പ്രോ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 3000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുത്തൻ ഫീച്ചറുമായി വാട്സാപ്പ്. ഇനി മെസ്സേജ് അയക്കാൻ AI സഹായിക്കും. AI പ്രൈവറ്റ് പ്രോസസ്സിംഗ് നൽകുന്ന ഈ ഫീച്ചറിന് റൈറ്റിംഗ് ഹെൽപ്പ് അസിസ്റ്റന്റ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. വാട്സാപ്പ് ഉപയോക്താക്കൾക്കായി പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ്. വാട്സാപ്പിന്റെ ഏറ്റവും പുതിയ ബീറ്റ പതിപ്പിൽ ഉപയോക്താക്കൾക്ക് അവരുടെ ചാറ്റുകൾ അയക്കുന്നതിന് മുമ്പ് പരിഷ്കരിക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ AI പവേർഡ് ടൂൾ വൈകാതെ ലഭിക്കും. AI പ്രൈവറ്റ് പ്രോസസ്സിംഗ് നൽകുന്ന ഈ ഫീച്ചറിന് റൈറ്റിംഗ് ഹെൽപ്പ് അസിസ്റ്റന്റ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇത് ടൈപ്പ് ചെയ്യുന്ന സന്ദേശം മെച്ചപ്പെടുത്താൻ ഉപയോക്താവിനെ സഹായിക്കും. മെറ്റ വികസിപ്പിച്ചെടുത്ത ഒരു ആർക്കിടെക്ചറായ പ്രൈവറ്റ് പ്രോസസ്സിംഗിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുതിയ ഫീച്ചർ. ഇത് ഉപയോക്താവിന്റെ അഭ്യർത്ഥനകളും സന്ദേശങ്ങളും സുരക്ഷിതമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ റൂട്ടിംഗ് നടത്താൻ സ്വകാര്യ പ്രോസസ്സിംഗ് എൻക്രിപ്റ്റ് ചെയ്ത കണക്ഷനുകൾ ഉപയോഗിക്കുന്നു. AI സേവനത്തിലേക്ക് അയച്ച അഭ്യർത്ഥന ഉപയോക്താവിന്റെ ഐഡന്റിറ്റിയുമായി തിരികെ ലിങ്ക് ചെയ്യാൻ കഴിയില്ലെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഉപയോക്താവ് തന്റെ സന്ദേശം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ റൈറ്റിംഗ് ഹെൽപ്പ് സ്വകാര്യ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലേക്ക് ഒരു അഭ്യർത്ഥന അയക്കും. യഥാർത്ഥ സന്ദേശം സംബന്ധിച്ച ഒരു ഡാറ്റയും ഇത് സംഭരിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ മറുപടിയിൽ നൽകിയിരിക്കുന്ന ഒരു വിവരവും ഇത് സൂക്ഷിക്കുന്നില്ല. ആപ്പ് സൈറ്റ്സിൽ പ്രൈവസി പ്രോസസ്സിംഗ് പ്രവർത്തനക്ഷമമാക്കിയാൽ ഉപയോക്താക്കൾ 3-4 വാക്കുകളുള്ള ഒരു സന്ദേശം ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ടെക്സ്റ്റ് ഫീൽഡിൽ സ്റ്റിക്കർ ഐക്കണിന് പകരം ഒരു പേന ഐക്കൺ ദൃശ്യമാകും. ഇത് യഥാർത്ഥത്തിൽ ഒരു പുതിയ AI പവേർഡ് റൈറ്റിംഗ് അസിസ്റ്റന്റ് ആണ്. ഈ പുതിയ ബട്ടണിൽ ടാപ്പ് ചെയ്യുന്നതിലൂടെ ടൈപ്പ് ചെയ്ത സന്ദേശം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്കായി ഉപയോക്താക്കൾക്ക് മെറ്റ AIയുടെ ആവശ്യപ്പെടാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൻ്റെ സ്വന്തം ഫോണിൽ ഇനി OTTയും 29 OTT പ്ലാറ്റ്ഫോമുകളും 350 ഡിജിറ്റൽ ചാനലുകളും ഉൾപ്പെടുത്തി ഫോൺ സേവനം മെച്ചപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. വരിക്കാർക്ക് OTT സേവനം ലഭ്യമാക്കി ഇന്റർനെറ്റ് വിപണിയിൽ കരുത്തു പ്രകടിപ്പിക്കാൻ കേരളത്തിന്റെ സ്വന്തം ഫോൺ 29 OTT പ്ലാറ്റ്ഫോമും 350ഓളം ഡിജിറ്റൽ ചാനലുകളും ഉൾപ്പെടുത്തിയാണ് സേവനം വിപുലപ്പെടുത്തുന്നത്. ഹോട്ട്സ്റ്റാറും ആമസോൺ ലൈറ്റും സോണി ലൈവും അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ പ്ലാനിലുണ്ടാകും. പദ്ധതി 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാക്കേജിന്റെ താരിഫും അന്നറിയാം. വിപുലമായ നെറ്റ്വർക്ക് ശൃംഖലയുണ്ടെങ്കിലും OTT സേവനമില്ല എന്ന ഫോണിന്റെ പോരായ്മയ്ക്കാണ് പരിഹാരമാകുന്നത്. OTT അടക്കമുള്ള പാക്കേജ് മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുമെന്ന് ഫോൺ MD ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു. സംസ്ഥാനത്ത് ഇതുവരെ 1,15,320 കണക്ഷനാണ് ഫോൺ നൽകിയത്.
23,163 സർക്കാർ ഓഫീസുകളിലും 74,871 വീടുകളിലും 3,067 സ്ഥാപനങ്ങളിലും കണക്ഷൻ നൽകി. 14,194 BPL കുടുംബങ്ങൾക്ക് സൗജന്യമാണ്. BPL കുടുംബങ്ങൾക്കുള്ള സൗജന്യ കണക്ഷൻ അപേക്ഷിക്കാൻ ഓൺലൈൻ സംവിധാനവും ഏർപ്പെടുത്തി. ഈ വർഷം 75,000 BPL കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹിരാകാശം കീഴടക്കിയ ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കിയ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നു. കഴിഞ്ഞ ഒരു വർഷം ഒരു കുടുംബം പോലെ കഴിഞ്ഞ സംഘങ്ങളോട് വിട പറയുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവിനെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും ശുഭാംശു ശുക്ല പറഞ്ഞു. ഓഗസ്റ്റ് 23 നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളിൽ ശുഭാംശു ശുക്ല ഭാഗമാകും. അതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശുക്ല കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനും ടെസ്റ്റ് പൈലറ്റുമാണ് 39 വയസ്സുകാരനായ ശുഭാംശു ശുക്ല. കഴിഞ്ഞ ജൂലൈ 15 ISS ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ല അടങ്ങുന്ന ആക്സിയം 4 സംഘം തിരികെ ഭൂമിയിലെത്തിയത്. ശുഭാംശുവിനൊപ്പം മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗ്ഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നീ 3 പേർ കൂടെ ഉണ്ടായിരുന്നു ആക്സിയം 4 ദൗത്യത്തിൽ. 18 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഗവേഷണത്തിനും പഠനത്തിനുമായി ശുഭാംശുവും സംഘവും ചിലവഴിച്ചു. ദൗത്യത്തിനു ശേഷം പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷനായി ഹൂസ്റ്റണിൽ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലായിരുന്നു ശുഭാംശു ശുക്ല ഉണ്ടായിരുന്നത്. ജൂൺ 26 ആക്സിയം 4 ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇടവേള.